കയ്യിന്ന് പോയല്ലടാ. ഞാൻ എടുത്തിടണോ? എമ്മിയുടെ വീട്ടിലാണ്. എമ്മീനെ വിളിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം നല്ല ഉറക്കത്തിലായിരിക്കുള്ളൂ, നല്ല തണുപ്പാണ്. അപ്പം നീ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ഈ ജനലൊക്കെ തുറന്നിട്ടേക്കാണ്. കഴിഞ്ഞ് എഴുന്നേൽപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. എന്നെ തള്ള എഴുന്നേറ്റ് നീ ഒരു പോക്കാണ്. ഇപ്പം ഈ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെമ്പല്ലി പിടിക്കാൻ വേണ്ടി പോവാണ്. അത്ര എടുക്കലുള്ളൂ. ഇനി ചിലപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം കറക്റ്റ് നിലാവ് ഉദിച്ചിരിക്കുന്ന സമയം. ചന്ദ്രൻ ചേട്ടനെ കാണാനുണ്ട്. ഇത് കണ്ട ചന്ദ്രൻ ചേട്ടൻ നിൽക്കണ കണ്ട. ഇങ്ങനെ നമ്മുടെ നെറുകന്തലക്ക് വന്നിക്കുമ്പോൾ വെള്ളം ഏറ്റായിരിക്കുള്ളൂ. ആ വെള്ളം ഏറ്റ സമയത്ത് ചെല്ലണം, എന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ. അപ്പോൾ പോയി നോക്കിയിട്ടൊക്കെ വരട്ടെ. ഇനിയിപ്പോൾ തന്നെ വാതിൽ തുറക്കും. നട തുറന്ന് ഇപ്പം തന്നെ ഇറങ്ങി വരും. എൻ്റെ അക്കോറിയൊക്കെ കണ്ടോ? ഗോൾഡ് ഫിഷ്. അതിൻ്റെ ഉള്ളിൽ വേറെ ആയിട്ടുണ്ട് കേട്ടോ, തത്തമ്മ. നട തുറന്നിറങ്ങി വരുന്നു. എവിടെ നീ? വാ ആശാൻ. അപ്പോൾ നമ്മളിനി വെള്ളത്തിൽ വഞ്ചിയൊക്കെ എടുത്തിട്ട് പോട്ടെ. വെള്ളമൊക്കെ ഭയങ്കര ആയിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ ആ സമയത്തൊന്നും ഫോണൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ക്യാമറ ഉണ്ടാവും കേട്ടോ തലയ്ക്ക്. അപ്പോൾ അത് വെച്ച് നമുക്ക് പോയി ഇന്ന് മീനൊക്കെ പിടിക്കണം. വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. ഉള്ളും പാട്ട് എന്നാ നമ്മുടെ ചെറിയ കാനത്തെ ചൂണ്ട മിച്ചൽ ഫ്ലൂയിഡ് സെഡോണോ. വേട്ട ബൈറ്റ് കാസ്റ്റ്. പൊട്ടിക്കാനുണ്ടോ? പനി. ഇത് ഭവാനിപ്പുഴയാണ്. ഭവാനിപ്പുഴ, പെരിയാറ്. വാറ്റുപൊടി. അത് നീ എഴുന്നേറ്റിരിക്കണോണ്ടാ. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റണല്ലോ. എല്ലാനും ഒരു ഉദ്ദേശം മാത്രമാണ്. സോളാറിൻ്റെ ഇലക്ട്രിക്കലിൽ നേരം വെളുത്തായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ റീലുമ്മ കൂട്ടി പിടിച്ചെടുക്കണം കേട്ടോ. റീലുമ്മയും കൂടി കൂട്ടി പിടിക്കുക, എന്നാലേ സാധനം കറക്റ്റാവുള്ളൂ. അതേ ചെമ്പല്ലിയാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാവരും എറിയണത് തന്നെയാണ്. ഞാൻ എറിയണത് അത് തന്നെയാണ്. മീൻ മാറിയിട്ടുണ്ട്.
1 കിലോ ഉണ്ടാവുമല്ലേ? ഒരു കൈ പിടിച്ച് ഇങ്ങനെ പോണം, ലാസ്റ്റ് ഇങ്ങനെ പിടിച്ച് മെഷീനും കൂട്ടിട്ട് ഇങ്ങനെ പിടിച്ചു ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ കാരണം ഇതല്ല നാരണ എന്തേലും നാരണ കിട്ടില്ല. അത് നമ്മള് വേറെ ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകൂല, ഫ്രണ്ട് വലിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ. അതായത് കെട്ടുമുറി പോയിന്ന് ഞാൻ പറയാ പിടിച്ചിട്ടുണ്ടെങ്കിലേ അവിടെ കെട്ട് ലൂസാക്കിടും. പിടിച്ചെങ്കിലോ ഒരറ്റത്തള്ളണുള്ളൂ ആ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് തള്ളി വിടണം, അല്ലെങ്കിൽ നേരെ ഇവനെന്തരാ അങ്ങോട്ട് പിടിക്കുള്ളൂ. തള്ളി പുറത്തോട്ടാക്കണം, ബഞ്ച് പുറത്തോട്ടാക്കണം അല്ലേ? എന്നിട്ട് വലിക്കണെങ്കിൽ കുഴപ്പമില്ല. നേരെ എന്തരാമോ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുള്ളൂ, ഇറ പിടിക്കണ്ടാവും തൊട്ടേറ്റ് പിടിക്കുക. അതെ വലത് കൈയിലോട്ട് ആക്കാട്ടാ. നമ്മളിപ്പോ വലത് കൈനാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റണത് ഇടത് കൈ വെച്ച് ഇല്ല. ഇപ്പൊ എനിക്ക് പറ്റില്ല, വാസം കിട്ടും. ഒരു പ്രാവശ്യം കിട്ടുള്ളത് നമ്മളാ പിടിച്ച് പിന്നെ വലത്തൊക്കെ പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ എറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എറിയുന്ന ആൾക്കാരുണ്ട്, എനിക്ക് പറ്റില്ല. രണ്ടാളും അതേമാരാ ഇങ്ങനെയല്ലേ, ഇങ്ങനെ അടിച്ച് കുഴപ്പമില്ല. ഇവനെ ഇവിടെ മാത്രം നോക്കിയാൽ വലിയ കുഴപ്പമില്ല. ചെമ്പലല്ലേ? ഞാൻ എടുത്തിടണോ? എൻ്റെ അടുത്തിടക്ക് ചെറുതാണ്. സെയിം തന്നെ, എൻ്റെ വേറെ കളർ. ആ ഗ്രിപ്പർ അതിന് അത് ഇനി എത്ര ഉള്ളു? നശിച്ച പട്ടലാണ്. ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല, ഒരു ചെമ്പല് പോലും കിട്ടിയിട്ടില്ല. പിടിച്ചൂരില്ലേ, നമ്മ ഊരാൻ കൊടുക്കാൻ ഇട്ട് വെച്ചേക്കണം. നല്ല ആള് വഞ്ചി കെട്ടിയാണ് വെക്കും. ഞാൻ പറയാ അഴിച്ച് നമ്മൾ ഊരാൻ കണക്കാക്കി വെച്ചോളണം. ഒറ്റക്കുണ്ടെങ്കിലേ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ തീർന്നോണ്ട് 3 ബാച്ചായിരുന്നു വന്നേ. ഈ വലിവിലാണ് കയറി തട്ടുള്ളൂ. മുഴുക്കിനെതിരെ നിന്നിട്ട് കറക്റ്റ് പൊസിഷൻ നമ്മ വലിക്കണ്ടത്. എവിടാ ഞാൻ വിചാരിച്ചേ വന്നപ്പോ മറ്റേ ഇങ്ങേറെ സ്പോട്ടാണെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മാറി കൊടുക്കും. ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്തില്ലേ ഞങ്ങൾ നോക്കിയിട്ടും കൂടി ഇല്ല, അങ്ങേറെ ഒരു സ്ഥലമാണല്ലോ. നമ്മ വെറുതെ ഒരാളെ കഞ്ഞിടി കുട്ടിക്കണേ അല്ല, നമ്മ അങ്ങനെ ചെയ്ത് കയ്യിന്ന് പോയല്ലടാ. എടാ കയറുമ്പോ കേറി പോന്നില്ലേ? മീൻ പോയി. അത് കുഴപ്പമൊന്നുമില്ല, വലിയ മീനായിരുന്നു കേട്ടോ. അത് ലൂർമ്മ തന്നെ സെയിം തന്നെ സാധനം പണഞ്ഞൂത്തിപ്പോയി.
ഇങ്ങോട്ട് കിടക്കണുണ്ട് കുറേ. ഇത് അവിടെ മാറി ഉശിരൻ ചെമ്പല്ലിയായിരുന്നു. ഇവിടെ ഇല്ലാത്ത മര്യാദ ഇനിയും മര്യാദ ഇട്ടാൽ മതി. വലിക്കല്ലേ, ഇതൊക്കെ അഴിച്ചുതരാം. അടിക്കാൻ കണക്കാക്കിയിട്ട് അയ്യോടാ കെട്ടുപണങ്ങി. യൂട്യൂബ് ചാനലുണ്ടോ? ഓ ഇതാണിപ്പോൾ നമുക്ക് ആകെ കിട്ടിയേക്കണ മീനിട്ട് അങ്ങനത്തെ ശോകമാണ്. ഒരു 3/4 കിലോ ഇല്ല, 1/2 കിലോ ഉണ്ടാവും. പാവപ്പെട്ടവനെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പായലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. രമ്യ തന്നെ വരവ് നോക്കി നരൻ മുങ്ങടാ, വെള്ളത്തിൽ മുങ്ങിവാടാ. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം.